الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد نزل الفرقان على عبده ليكون للعالمين نذيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിനെ അടുത്തറിഞ്ഞ് ജീവിക്കുന്ന അടിമകളും വേണ്ട രൂപത്തിൽ അള്ളാഹുവിനെ അറിയാതെ ജീവിതത്തെ തള്ളി നീക്കുന്ന ആളുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അന്തരമുണ്ട് എന്നത് വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലായി നമ്മെ ഉണർത്തിയിട്ടുള്ള, നമ്മോട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. വിശ്വാസികളായി ജീവിക്കുന്ന അടിമകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യേകതയായി, വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്, നിശ്ചയം വിശ്വാസികളായിട്ടുള്ളവർ അള്ളാഹുവിനെ സംബന്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ വജിലത്ത് ഖുലൂബുഹും, അവരെ മനസ്സുകൾ വിറക്കുന്നതായി, പേടിയുള്ളതായി കാണാൻ സാധിക്കും. വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവർക്ക് മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസത്തിൽ വർധനവ് പ്രകടമാവുകയും വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവരുമായിരിക്കും അത്തരക്കാർ. അല്ലദീന യുഖീമൂന സ്വലാത്ത്, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാകും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് ഉപജീവനമായി നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, ഈ സ്വഭാവത്തോടുകൂടി, വിശേഷണങ്ങളോടുകൂടി ജീവിക്കുന്നവർ ആരാണോ അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. കളങ്കമില്ലാത്ത, കാപഢ്യമില്ലാത്ത നല്ല വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അവരാണ്. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറത്തുൻ വരിസ്ഖുൻ കരീം, അവർക്ക് വലിയ രൂപത്തിലുള്ള പദവികൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. പാപങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്കും. നല്ല നിലക്കുള്ള ഭക്ഷണം അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്.
ഇത് വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സമാനമായ ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അള്ളാഹുവിനെ അറിയാതെ, അവനെ ഓർക്കാതെ ഓരോ ദിനങ്ങളിലും ജീവിതത്തെ തള്ളി നീക്കുന്ന ആളുകൾ, അവരുടെ അപകടകരമായ അവസ്ഥയെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വൈദാ ദുകിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. അള്ളാഹുവിനെ കുറിച്ച് മാത്രം അത്തരം ആളുകളോട് പറയപ്പെട്ടാൽ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിലേക്ക് അടുക്കണം, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണം, ഈ നിലക്കുള്ള കാര്യങ്ങൾ അവരോട് സംസാരിച്ചാൽ അവർക്ക് ഒരു വല്ലാത്ത അസ്വസ്ഥത പ്രകടമാവുകയാണ്. എന്താണ്, അള്ളാഹുവിനെ മാത്രം പേടിച്ചാൽ മതിയോ? അള്ളാഹുവിനെ മാത്രം അനുസരിച്ചാൽ മതിയോ? മറ്റു പലതിൻ്റെയും പിറകെ നാം പോകേണ്ടതില്ലേ എന്ന നിലക്കുള്ള ഒരസ്വസ്ഥത അവരിലൂടെ പ്രകടമാകും. വൈദാ ദുകിറല്ലദീന മിൻ ദൂനിഹി ഇദാഹും യസ്തബ്ശിറൂൻ. അള്ളാഹു അല്ലാത്ത ശക്തികളെപ്പറ്റി, അള്ളാഹു അല്ലാത്ത കേന്ദ്രങ്ങളെപ്പറ്റി, അള്ളാഹു അല്ലാത്ത വഴികളെക്കുറിച്ചൊക്കെ അവരോട് സംസാരിച്ചാൽ അവർ വല്ലാതെ സന്തോഷിക്കുന്നവരായി, ആഹ്ലാദിക്കുന്നവരായി കാണപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുകയാണ്. സഹോദരങ്ങളെ, ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന, ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളെയും അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന മനുഷ്യരെയും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാര്യം ആമുഖമായി സൂചിപ്പിക്കാനുണ്ടായ കാരണം, നാം ഓരോരുത്തരും അള്ളാഹുവിനെ അറിയേണ്ടത് നമുക്ക് തോന്നിയതുപോലെയല്ല. എൻ്റെ മനസ്സ് പറഞ്ഞത് പ്രകാരം, അല്ലെങ്കിൽ എൻ്റെ ചിന്തയിൽ ഉദിച്ചത് പ്രകാരം എനിക്ക് തോന്നിയ വഴിയിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട നാമങ്ങളിലൂടെ അവനെ അറിയണം. എത്രയോ നാമങ്ങൾ അള്ളാഹുവിനുള്ളതായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ നാമങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? അവ ഓരോന്നിലൂടെയും നമ്മുടെ രക്ഷിതാവിനെ, നമ്മുടെ സ്രഷ്ടാവിനെ, നമ്മുടെ ആരാധ്യനെ അറിയുക എന്നതാണ്. നാം ജീവിക്കുന്ന ഒരു സാഹചര്യം അള്ളാഹുവിൻ്റെ നാമങ്ങളെയും അവൻ്റെ വിശേഷണങ്ങളെയും ഒക്കെ മരിച്ച് മൺമറഞ്ഞ പല വ്യക്തികളിലേക്കും ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അള്ളാഹ് എന്ന നാമത്തെ പോലും ചില വ്യക്തികൾക്ക് വകവെച്ചു കൊടുത്തു. അതവസാനം പടച്ചവൻ അഥവാ അൽ ഖാലിഖ്, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ് എന്നറിയിക്കുന്ന നാമത്തെ വരെ ചില വ്യക്തികളുടെ പേരിൽ സമൂഹത്തെ കേൾപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഇവിടെയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത്. ആ നാമങ്ങളിലൂടെ അള്ളാഹുവിനെ അറിയാനും അവനിലേക്ക് അടുക്കാനുമുള്ള അതിയായ കൊതി വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ നന്നായി ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ്. സോഷ്യൽ മീഡിയകളിലൂടെ അത്തരം കാര്യങ്ങൾ പരന്നുകൊണ്ടിരിക്കുകയാണ്, അത് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും അള്ളാഹുവിൻ്റെ 4 നാമങ്ങളെ ഈ സന്ദർഭത്തിൽ നാം അറിയേണ്ടതുണ്ട്. ഒന്നാമത്തേത് അൽ ഖാലിഖ്, രണ്ടാമത്തേത് അൽ ബാരി, മൂന്നാമത്തേത് അൽ ഖല്ലാഖ്, നാലാമത്തേത് അൽ മുസവ്വിർ. ഇതിൽ 3 നാമങ്ങൾ ഒരായത്തിൽ അൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. 4 നാമങ്ങളുടെയും അർത്ഥങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്, എന്നാൽ വ്യത്യാസങ്ങളും ഉണ്ട്. എന്താണ് അൽ ഖാലിഖ് എന്ന് പറഞ്ഞാൽ? ഒരു അടിമക്ക്, ഒരു സൃഷ്ടിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടോ അതെല്ലാം കണക്കാക്കി അതിനെ പടക്കുക, സൃഷ്ടിക്കുക എന്നതാണ് അൽ ഖാലിഖ് എന്ന നാമത്തിൻ്റെ താല്പര്യം. മനുഷ്യനെ, മലക്കുകളെ, ജിന്നുകളെ, ജന്തുവർഗത്തെ, സസ്യവർഗത്തെ അവയുടെ പ്രകൃതിക്ക് യോജിക്കും വിധം എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ടോ അതെല്ലാം കണക്കാക്കി ഒരു വസ്തുവിനെ സൃഷ്ടിക്കുക എന്നതാണ് അൽ ഖാലിഖ് എന്ന നാമത്തിൻ്റെ താല്പര്യം. അൽ ഖല്ലാഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഏതെങ്കിലും ഒരു വർഗത്തിന്റെ സൃഷ്ടാവ് മാത്രമല്ല. നാം കാണുന്നതും കാണാത്തതും ആകാശ ഭൂമി ലോകങ്ങളിൽ സൃഷ്ടികളായി എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം ഖല്ലാഖ്, സർവ്വതിനെയും സൃഷ്ടിക്കുന്നവൻ, ഒന്നിൽ മാത്രം പരിമിതപ്പെടുന്നില്ല. എണ്ണിയാൽ ഒടുങ്ങാത്ത സകല സൃഷ്ടികളുടെയും സൃഷ്ടാവാണ് അല്ലാഹു. അതാണ് അൽ ഖല്ലാഖ് എന്ന നാമം അറിയിക്കുന്നത്. അൽ ബാരി എന്ന നാമം എന്താണ് ആ നാമം അർത്ഥമാക്കുന്നത്? ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു വസ്തുവിനെ പടക്കുക, സൃഷ്ടിക്കുക എന്നാണ്. ഇവിടെ കൂടിയിട്ടുള്ള നാം ഓരോരുത്തരും നമ്മുടെ ആദ്യ സമയം എന്തായിരുന്നു അറിയില്ല. നമുക്കൊരിക്കലും ഊഹിക്കാനും കണക്കാക്കാനും പറ്റാത്ത ഒരവസ്ഥയിൽ നിന്നാണ് അള്ളാഹു നമ്മെ കൊണ്ടുവന്നിട്ടുള്ളത്. മനുഷ്യവർഗത്തെ അള്ളാഹു പടച്ചത്, മറ്റു വർഗങ്ങളെ അള്ളാഹു പടച്ചത് ഒരു മോഡൽ, ഒരു മാതൃക നോക്കിയിട്ടല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാത്ത അവസ്ഥയിൽ നിന്നാണ് പടച്ചു കൊണ്ടുവന്നത്. അതാണ് അൽ ബാരി എന്ന നാമം അറിയിക്കുന്നത്. അൽ മുസവ്വിർ എന്ന നാമം അത് സൂചിപ്പിക്കുന്നത് രൂപം നൽകിയവൻ എന്നാണ്. മനുഷ്യന് വേണ്ട കോലം അള്ളാഹു നൽകി, ജന്തുക്കൾക്ക് വേണ്ട രൂപം അള്ളാഹു നൽകി, സസ്യങ്ങൾക്ക് വേണ്ട രൂപം അള്ളാഹു നൽകി. ഓരോന്നിനും അതിൻ്റെ ജീവിതത്തിന് ആവശ്യമായ രൂപങ്ങളെ കണക്കാക്കിയവൻ എന്നാണ് അൽ മുസവ്വിർ എന്ന നാമം അറിയിക്കുന്നത്. ഈ 4 നാമങ്ങളെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ സൃഷ്ടാവിനെ, നമ്മുടെ സംരക്ഷകനെ, നമ്മുടെ രക്ഷിതാവിനെ അറിയാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഓരോ സാഹചര്യം നാം പരിശോധിച്ചാൽ അവിശ്വാസം അത് വീർത്ത് വികസിച്ച് പൊട്ടിയൊലിച്ച ഒരവസ്ഥയാണ്. സമൂഹത്തിൽ അത് ദുർഗന്ധം വമിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥ വിശ്വാസം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, പഠിപ്പിക്കുക എന്നത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. സൃഷ്ടികളും സൃഷ്ടാവും ഒന്നാക്കപ്പെടുന്ന അവസ്ഥയാണ്. ആരാണ് ഖാലിഖ്, ആരാണ് മഖ്ലൂഖ് എന്ന് പല കാരണങ്ങളാലും ആളുകൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു അപകടം സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് കൃത്യമായി അറിയേണ്ടവർ, അത് വിശദീകരിച്ച് കൊടുക്കേണ്ടവർ യഥാർത്ഥ വിശ്വാസികളാണ്. എത്രത്തോളം മരിച്ച് മണ്ണോട് ചേർന്നവർ അവരാണ് പടച്ചവരെന്ന് പാടി പുകഴ്ത്തി പ്രശംസിച്ച് നടക്കുകയാണ്. അവരാണ് ലോകം നിയന്ത്രിക്കുന്നത്, അവരാണ് പലരെയും ജീവിപ്പിക്കുന്നത്, അവരാണ് പലരെയും സംരക്ഷിക്കുന്നത്. എല്ലാവർക്കുമുള്ള അഭയം അത്തരം ആളുകളാണ് എന്ന നിലക്ക് സമൂഹം പഠിപ്പിക്കപ്പെടുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് നമ്മുടെ ഉറപ്പൊരിക്കലും തെറ്റാൻ പാടില്ല. നമ്മുടെ വിശ്വാസം ഉറച്ചതായിരിക്കണം, അതിന് യാതൊരു മാറ്റവും വരാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ തിരിച്ചറിവൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്, ഇതിൽ ശരിയുണ്ടോ, ഇത് ശരിയാകുമോ, ഇങ്ങനെ പറയാൻ പറ്റുമോ, ഇത് പറഞ്ഞാൽ എന്താണ് കുഴപ്പം, ആ നിലക്കുള്ള ചിന്തകളല്ല. ഇതൊരിക്കലും പറയാൻ പാടില്ല. ഇത് വലിയ അബദ്ധമാണ്, തനിച്ച കുഫറാണ്, ശിർക്കാണ് എന്ന് സമൂഹത്തിൽ ഉറക്കെ പറയാൻ നമുക്ക് സാധിക്കണം. എന്തേ കാരണം? വിശ്വാസികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികളാണോ അവർക്ക് കടുത്ത ഇഷ്ടം, അതിയായ ഇഷ്ടം ആരോടായിരിക്കും? അള്ളാഹുവിനോടായിരിക്കും. അള്ളാഹുവിനെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുകയില്ല, അള്ളാഹുവിനെ പോലെ മാതാപിതാക്കളെ ഇഷ്ടപ്പെടുകയില്ല. ഏറ്റവും വലിയ ഇഷ്ടം അത് റബ്ബിന് മാത്രം കൊടുക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അവരുടെ പ്രഖ്യാപനം അൻത മൗലാനാ, നീയാണ് ഞങ്ങളെ സംരക്ഷകൻ, ഞങ്ങൾക്ക് വേറെ സംരക്ഷകൻ ഇല്ല. യഥാർത്ഥ സംരക്ഷണം നമുക്ക് നൽകുന്നവൻ അല്ലാഹു മാത്രമാണ്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് മൗലാന, നീയാണ് അല്ലാഹുവേ ഞങ്ങളുടെ സംരക്ഷകൻ എന്ന ആ വാക്കിനെ വിശദീകരിച്ചത് അൻത വലിയുനാ, ഞങ്ങളുടെ യജമാനൻ നീയാണ്, വനാസിറുനാ, ഞങ്ങളുടെ സഹായി നീയാണ്, വഅലൈക തവക്കൽനാ, ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏൽപ്പിക്കുന്നത് നിന്നെയാണ്. ഞാൻ ഇന്ന പ്രശ്നത്തിലാണ്, ഞാൻ ഇന്ന പ്രയാസത്തിലാണ്, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് നാം ഏൽപ്പിക്കുന്നത് അള്ളാഹുവിനെയാണ്. വഅൻതൽ മുസ്തആൻ, എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട സർവ്വ സഹായങ്ങളും അള്ളാഹുവേ നിന്നിൽ നിന്നാണ്. വഅലൈക തുക്ലാൻ,
നീ എനിക്ക് അനുവദിച്ച കാരണങ്ങളുണ്ട്. ഞാൻ രോഗിയായാൽ മരുന്ന് കഴിക്കണം, അതൊരു കാരണമാണ്. എനിക്ക് ക്ഷീണമുണ്ടായാൽ വെള്ളം കുടിക്കണം, ഒരു കാരണമാണ്. എനിക്ക് വിശപ്പുണ്ടായാൽ ഭക്ഷണം കഴിക്കണം, അതൊരു കാരണമാണ്. ഈ അനുവദിച്ച കാരണങ്ങളെല്ലാം നാം ഉപയോഗിച്ചാലും അതിൻ്റെ ഫലം തരാൻ തൗഫീഖ് ആര് നൽകണം? അല്ലാഹു നൽകണം. അതാണ് വഅലൈക തുക്ലാൻ, അനുവദിക്കപ്പെട്ട കാരണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നിന്നിൽ തവക്കുലാക്കി ജീവിക്കുന്നു. വലാ ഹൗല വലാ ഖുവത ലനാ ഇല്ലാ ബിക, നീയല്ലാതെ ഒരു ശക്തിയും ഇല്ല അല്ലാഹ്, സർവ്വതിനും കഴിവുള്ളവൻ നീയാണ്. ഇത് അൻത മൗലാന എന്ന പ്രഖ്യാപനത്തിന്റെ അർത്ഥമാണ്. മറ്റൊരായത്തിൽ കാണാം ഹുവ മൗലാന, ഹുവ മൗലാന, ഞങ്ങൾക്കുള്ള സംരക്ഷകൻ, ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള അഭയം നീയാണ് നാഥ. മറ്റൊരായത്തിൽ ഖാലൂ സുബ്ഹാനക, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. അൻത വലിയുനാ മിൻ ദൂനിഹിം, വേറെ ആരില്ലെങ്കിലും എനിക്കുള്ള സഹായി, എനിക്കുള്ള സംരക്ഷകൻ നീയാണ്. നോക്കൂ നിങ്ങൾ, നമ്മളുമായി അടുത്തവർ പോലും മനസ്സറിഞ്ഞ് സഹായിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിലും നമ്മുടെ സൃഷ്ടാവ് നമ്മളെ കൈവെടിയുകയില്ല, നമ്മുടെ റബ്ബ് നമ്മളെ വെറുതെയാക്കുകയില്ല. അതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ സഹായം. ഇത് വിശ്വാസികൾക്ക് മാത്രമേ ഈ തിരിച്ചറിവുണ്ടാവുകയുള്ളൂ. ഇതെല്ലാം മറന്ന് എല്ലായിടത്തും അള്ളാഹുവുണ്ട്, എല്ലാം അള്ളാഹുവാണ് എന്ന നിലക്കുള്ള പിഴച്ച വിശ്വാസങ്ങൾ സമൂഹത്തിൽ പരന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായി 2 അപകടങ്ങൾ. ആ 2 അപകടങ്ങളും ഇസ്ലാമുമായി ബന്ധപ്പെടുത്താൻ പറ്റിയതല്ല. ചെറിയ ഒരു നേരിയ രൂപത്തിൽ പോലും നമുക്ക് ആ അപകടങ്ങളെ ദീനുമായി ചേർത്ത് വെക്കാൻ കഴിയില്ല. അതിൽ ഒന്ന് വഹദത്തുൽ വുജൂദ്, അദ്വൈതവാദം എന്നതാണ്. എല്ലാറ്റിലും എല്ലാ സൃഷ്ടികളും അള്ളാഹുവിലേക്ക് ലയിച്ച് അവസാനം എല്ലാം അള്ളയാണ്. തൂണും അള്ളയാണ്, കല്ലും അള്ളയാണ്, മണ്ണും അള്ളയാണ്, കയ്യും അള്ളയാണ്, കണ്ണും അള്ളയാണ്. എല്ലാം അവസാനം ആ മനുഷ്യൻ മുഴുവനായും അള്ളാഹുവിലേക്ക് ലയിച്ച് അതും അള്ളയാണ്. ഇതാണ് ഒരു വിശ്വാസം. മറ്റൊന്ന് അവതാരവാദമാണ്. എല്ലാറ്റിലും അള്ളാഹു അവതരിക്കുന്നു എന്നതാണ്. എന്തിലും അള്ളാഹുവിൻ്റെ ഒരു ശക്തി വന്നു ചേരുന്നു എന്നതാണ്. ഈ 2 വാദങ്ങളും മുസ്ലിം സമൂഹത്തിൽ വല്ലാതെ സ്വാധീനിച്ചു പോയിട്ടുണ്ട്. അത് പൈശാചികതയാണ്, ശത്രുവിൻ്റെ വിജയമാണ്. തൗഹീദിനെ തകർക്കാനും പൊളിക്കാനുമുള്ള ശത്രുവിൻ്റെ അജണ്ടയുടെ ഭാഗമാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ, ആ സൂറത്ത് ആത്മാർത്ഥമായി പഠിച്ച ഒരാൾ ഈ വിശ്വാസം പുൽകുകയില്ല, ഈ വിശ്വാസം എടുക്കുകയില്ല. എന്തേ കാരണം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ റബ്ബിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞാൽ ലോകം വേറെയാണ്, റബ്ബ് വേറെയാണ്, ഖാലിഖ് വേറെയാണ്, മഖ്ലൂഖ് വേറെയാണ്. രണ്ടും ഒന്ന് എന്ന സങ്കല്പമല്ല വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. സൃഷ്ടികൾ എന്നത് ഈ ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അല്ലാഹു എന്ന ശക്തിയെ ഈ ലോകത്തേക്ക് കൊണ്ടുവരിക സാധ്യമല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ദാലികുമുല്ലാഹു റബ്ബുക്കും, അതാണ് നിങ്ങളുടെ റബ്ബ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അവനാണ്. അവ സൃഷ്ടാവ് അല്ലാഹുവാണ്, മറ്റുള്ളതെല്ലാം സൃഷ്ടികളാണ്. അത് രണ്ടും ഒന്നാക്കി അവതരിപ്പിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, മറ്റൊരായത്തിലൂടെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ് അല്ലാഹുവാണ്. ആ സൃഷ്ടാവായ റബ്ബിനെ സൃഷ്ടികളിലേക്ക് ലയിപ്പിക്കുക എന്നത് ഇസ്ലാമിൻ്റെ വിശ്വാസമല്ല. അങ്ങനെ ലയിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ അപകടമാണ് സഹോദരങ്ങളെ. മരിച്ചവരൊക്കെ അവർ പടച്ചവരാണ്, അവർ നിയന്ത്രിക്കുന്നവരാണ്, അവർ എന്തിനും അധികാരമുള്ളവരാണ്, എന്തിനും കഴിയുന്നവരാണ്, എല്ലാം കേൾക്കുന്നവരാണ്, എല്ലാം അറിയുന്നവരാണ്. ഈ നിലക്കുള്ള വിശ്വാസം സമൂഹത്തിൽ ലയിക്കാനുണ്ടായ കാരണം സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ ഒന്നാകും എന്ന ആ പിഴച്ച വിശ്വാസം പഠിപ്പിക്കപ്പെട്ടതാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നുവെങ്കിൽ, അഥവാ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരടിമക്ക് അള്ളാഹുവുമായി ലയിച്ച് ഞാനും അള്ളാഹുവാണ് എന്ന് പറയാനുള്ള അവസരം ഇസ്ലാം കൊടുത്തിരുന്നെങ്കിൽ
അതാദ്യം ആരുപയോഗിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്തേ കാരണം? അള്ളാഹുവിൻ്റെ അടിമകളിൽ ഏറ്റവും നന്ദി കാണിച്ച, ഏറ്റവും അനുസരണയുള്ള, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കാതെ ആ കൽപ്പനകളെ നെഞ്ചേറ്റിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടുന്ന് കിട്ടിയിട്ടില്ല. എന്താ അവിടുന്ന് പഠിപ്പിച്ചത്? ലാ തുറൂനി കമാ തറത്തിൻ നസ്വാറാ ഇബ്നു മറിയം. ഈസാ നബി അലൈഹിസ്സലാമയെ അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പറ്റി പറയരുത്. ഇന്നമാ അന അബ്ദുൻ, ഞാൻ അടിമയാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂൽ. എന്താ പറയേണ്ടത്? അള്ളാഹുവിൻ്റെ അടിമ. അവിടെ ആദ്യം റസൂൽ എന്ന് പറഞ്ഞില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം അള്ളാഹുവിൻ്റെ അടിമയായി, പിന്നെ റസൂലായി. നേരെ റസൂലായതല്ല, ആദ്യം അടിമയായി. അപ്പൊ അവിടുന്ന് പോലും ഞാനൊരു ഖാലിഖാണ്, ഞാനൊരു മുദബ്ബിറാണ് എന്നല്ല, ഞാൻ അടിമയാണ്, അള്ളാഹുവിൻ്റെ ദൂതരാണ്. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ അടക്കം ഉദ്ധരിച്ചിട്ടുള്ള ഇസ്തിഗ്ഫാറിന്റെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന്റെ നേതാവ് എന്ന നിലക്ക് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രാർത്ഥനയുടെ തുടക്കം എന്താണ്? അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ എൻ്റെ റബ്ബ് നീയാണ്. ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ആരാധനക്കർഹനില്ല. ഖലഖ്തനീ, എന്നെ പടച്ചവൻ നീയാണ്. വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. ഇതെല്ലാവരും പറയണം. അല്ലാഹുവിലേക്ക് അടുത്തവർ എന്ന് കരുതി പറയാതിരിക്കണം എന്നല്ല, അവരും പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും പതിവായി ചൊല്ലാറുണ്ടായിരുന്ന പ്രാർത്ഥന. അപ്പൊ നോക്കൂ നിങ്ങൾ, അവിടുന്ന് പോലും ആ നിലക്ക് ഒരു കാര്യം അവകാശപ്പെട്ടിട്ടില്ല. എന്നിട്ടോ ഈ പ്രാർത്ഥനയുടെ അവസാനത്തിൽ കാണാം, വമൻ ഖാലഹാ മിനൻ നഹാർ മൂഖിനം ബിഹാ, ഉറച്ച വിശ്വാസത്തോടെ ഇതൊരാൾ പ്രാർത്ഥിച്ചാൽ അന്ന് പകലിൽ അയാൾ മരിച്ചാൽ സ്വർഗത്തിലേക്കാണ്, അന്ന് രാത്രി അയാൾ മരിച്ചാൽ സ്വർഗത്തിലേക്കാണ്. അപ്പോ അള്ളാഹു എൻ്റെ സ്രഷ്ടാവാണ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന പ്രഖ്യാപനമാണ് സഹോദരങ്ങളെ സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കുക. അല്ലാത്തതൊന്നും സ്വർഗത്തിലേക്ക് എത്തിക്കൂല. നരകത്തിലേക്കുള്ള വഴിയാണ് അതിലൂടെ തുറക്കപ്പെടുക. സ്വർഗം നിഷിദ്ധമാക്കപ്പെടും, വഴിദൂരം പിഴച്ചു പോകും. ഇതെല്ലാം ഖുർആൻ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കാനുള്ള കാരണം? ഏറ്റവും വലിയ കാരണം മനുഷ്യനിർമ്മിത ആശയങ്ങളിലേക്ക് സമൂഹം ചേക്കേറി എന്നതാണ്. ഓരോരുത്തരും അവർക്ക് തോന്നിയ ആശയങ്ങൾ ഉണ്ടാക്കി. ആ ആശയങ്ങൾ വലുതാണ്, ശരിയാണ്, നല്ലതാണ് എന്ന് വിചാരിച്ച് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നോക്കാതെ, അതിൻ്റെ അകവും പുറവും പഠിക്കാതെ അതിൻ്റെ പിന്നാലെ ആളുകൾ ഓടി. ആ ഒരു സ്വഭാവം അള്ളാഹുവിനെ പേടിക്കുന്ന വിശ്വാസികൾക്ക് പാടുള്ളതാണോ? അല്ല എന്ന് വ്യക്തമാണ്. ഖുർആൻ നമ്മളോട് പറഞ്ഞു, വലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അല്ലാഹുക്കുള്ളതാണ്. വലഹുദ്ദീനു വാസിബ, വലഹുദ്ദീനു വാസിബ, അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണം. അഫഗൈറല്ലാഹി തത്തഖൂൻ, ഈ ചോദ്യമാണ് പ്രസക്തം. അഫഗൈറല്ലാഹി തത്തഖൂൻ, അല്ലാഹു അല്ലാത്ത മറ്റുള്ളവരെയാണോ നിങ്ങൾ പേടിക്കുന്നത്? അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതിന് പകരം നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരെയാണോ നിങ്ങൾ സൂക്ഷിക്കുന്നത്? ഓരോ മനുഷ്യരും ഉണ്ടാക്കിയ നിയമങ്ങളെയാണോ നിങ്ങൾ പേടിക്കുന്നത്? ഈ സ്വഭാവം സമൂഹത്തിലേക്ക് വന്നപ്പോ ഖുർആൻ ആളുകൾക്ക് വേണ്ട, ഹദീസുകൾ വേണ്ട, ഇസ്ലാമിന്റെ വിശ്വാസം വേണ്ട. ഈ അപകടത്തെയാണ് തിരിച്ചറിയേണ്ടത്. രണ്ടാമത്തേതോ, എനിക്ക് അജ്ഞതയുണ്ട്, ഞാൻ അറിയാത്ത ആളാണ്, ഞാനൊന്നും പഠിക്കാത്തവനാണ്, ഞാൻ അറിവുള്ളവരെ സമീപിച്ച് ചോദിച്ച് പഠിക്കണം എന്നല്ല ചിന്തിക്കുന്നത്. ഓരോരുത്തർക്കുമുള്ള അജ്ഞതയെ അഭിമാനമായി കണ്ടു എന്നതാണ് രണ്ടാമത്തെ അപകടം. ഖുർആൻ എന്താ പഠിപ്പിച്ചത്? ഖുൽ അഫഗൈറല്ലാഹി തഅമുറൂനനി അഅബുദു അയ്യുഹൽ ജാഹിലൂൻ. ഖുർആന്റെ പ്രയോഗം ജാഹിലൂൻ എന്നാണ്, വിവരം കെട്ടവരെ എന്നാണ്. വിവരം കെട്ടവരെ, നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കണം, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണം എന്നാണോ? വിവരമില്ലാത്തവരെ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണ്. ഇത് സമൂഹം കേൾക്കേണ്ട ഒരു സാഹചര്യമാണ്. മൂന്നാമത്തേതോ, വഴിതെറ്റിക്കപ്പെട്ടു എന്നതാണ്. ഖുർആനിക ആയത്തുകൾ ഓതി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഓതിക്കൊടുത്ത് സമൂഹം പിഴവിലേക്ക് നയിക്കപ്പെട്ടു പലരാലും. അതുകൊണ്ടാണ് ഖുർആൻ ചോദിച്ചത്, ദാലികുമുല്ലാഹു റബ്ബുക്കും ഖാലിഖു കുല്ലി ഷൈഇൻ ലാ ഇലാഹ ഇല്ലാ ഹുവ ഫഅന്നാ തുഫകൂൻ. സ്രഷ്ടാവ് അല്ലാഹുവാണ്, രക്ഷിതാവ് അല്ലാഹുവാണ്, ആരാധ്യൻ അല്ലാഹുവാണ് എന്ന് പച്ചയായി നിങ്ങളെ കേൾപ്പിച്ചിട്ട് ഫഅന്നാ തുഫകൂൻ, തെറ്റിപ്പോയത് എന്തുകൊണ്ടാണ്? എങ്ങനെ നിങ്ങൾ തെറ്റിപ്പോയത്? അതിന് കാരണം സമൂഹത്തെ നയിക്കുന്നവർ എന്നവകാശപ്പെടുന്ന പല ആളുകളുമാണ്. ഈ 3 അപകടങ്ങൾ വഴിയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അവൻ്റെ മഹത്തായ വിശേഷണങ്ങൾ, അവൻ്റെ മാത്രമായിട്ടുള്ള പ്രത്യേകതകൾ സാധാരണയായിട്ടുള്ള അടിമകളിലേക്ക് മാറ്റപ്പെട്ടത്. ഈ അപകടത്തെ നാം തിരിച്ചറിയണം. നമ്മുടെ വിശ്വാസത്തിൽ വൃത്തിയുള്ളവരായി, അതിൽ മാലിന്യം കലരാതെ വൃത്തിയുള്ളവരായി, ശുദ്ധിയുള്ളവരായി മരണം വരെ പോകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വിശ്വാസത്തിന് ഒരു വിള്ളൽ വരാൻ പാടില്ല. ആര് തച്ചാലും, ആര് എന്ത് ചെയ്താലും നമ്മുടെ വിശ്വാസം വിണ്ടുപോകാൻ പാടില്ല. ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അവൻ ആരാധിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. കാരണം അവൻ ലോകത്തിന്റെ റബ്ബാണ്. അതോടൊപ്പം ഖുൽ ഇന്നി നുഹീതു അൻ അഅബുദല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന് വിലക്കപ്പെട്ടവനാണ്, വിരോധിക്കപ്പെട്ടവനാണ് ഞാൻ എന്ന തിരിച്ചറിവുണ്ടാകണം. ഇത് ഖുർആൻ അടിവരയിട്ട് നമ്മളോട് പറഞ്ഞ കാര്യമാണ്. ഇതിൻ്റെ പ്രഥമ കേൾവിക്കാരായിട്ടുള്ള അന്നത്തെ മുശ്രിക്കുകൾ, അന്നത്തെ അവിശ്വാസികൾ, സഹോദരങ്ങളെ, അവർ കൊണ്ടു നടന്നിരുന്ന ലാത്തയും ഉസ്സയും മനാത്തയും ലോകം നിയന്ത്രിക്കുന്നവരാണ്. അവർ ഞങ്ങളെ പടച്ചവരാണ്, അവർ ഞങ്ങൾക്ക് അന്നം നൽകുന്നവരാണ്, അവർ ഞങ്ങൾക്ക് മഴ നൽകുന്നവരാണ്, അവരാണ് ഞങ്ങളെ ജീവിപ്പിക്കുന്നത് എന്നൊന്നും അവർ വാദിച്ചിട്ടില്ല. അവർ അന്ന് എന്തൊരു വിശ്വാസത്തിലാണ് ഉണ്ടായിരുന്നത്, ആ വിശ്വാസം സ്വീകരിച്ച് പല ആളുകളും അവരെക്കാൾ വലിയ അപകടത്തിലേക്ക് എത്തി എന്നതാണ് ഇന്നത്തെ ഒരു സാഹചര്യം. ലാത്തയും ഉസ്സയും മനാത്തയും ആരാധിക്കപ്പെട്ടു, പ്രാർത്ഥിക്കപ്പെട്ടു. പക്ഷേ അവർ സ്രഷ്ടാവാണ്, റാസിഖാണ്, മുദബ്ബിറാണ് എന്ന നിലക്ക് പരിചയപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇന്ന് നമ്മുടെ നാട്ടിലോ പല ജാറങ്ങളും പല മക്ബറകളുമൊക്കെ ആ നിലക്ക് വാഴ്ത്തപ്പെടുന്ന, പ്രശംസിക്കപ്പെടുന്ന അപകടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള വിശ്വാസത്തിൻ്റെ മഹത്വം, അതിൻ്റെ വില നാം തിരിച്ചറിയേണ്ടത്. അതിൻ്റെ ഉറപ്പിനു വേണ്ടി നിരന്തരം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഈ സന്ദർഭത്തിൽ വളരെ ശ്രദ്ധയോടെ നാം കേൾക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു യുസ്തഅമലു അലൈക്കും ഉമറാ, നിങ്ങളുടെ കാര്യം ചില നേതാക്കൾ ഏൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഫതഅരിഫൂന വതുൻകിറൂന, അവർ നിങ്ങളോട് നല്ല പല കാര്യങ്ങളും കൽപ്പിക്കും, അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങളെ അവർ വിലക്കും. ഫമൻ കരിഹ ഫഖദ് ബരിഅ, ആ സ്വഭാവത്തെ ഒരാൾ വെറുത്താൽ അവർ രക്ഷപ്പെട്ടു എന്നാണ്. വമൻ അൻകറ ഫഖദ് സലിമ, അതിനെ ഒരാൾ തടഞ്ഞാൽ അവൻ സുരക്ഷിതനായി എന്നാണ്. വലാകിൻ മർറളിയ വതാബഅ, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് കരുതി അവർ പറയുന്നതൊക്കെ ശരിയാണ് എന്ന നിലക്ക് അവരെ വാക്കും പ്രവൃത്തിയും തൃപ്തിപ്പെട്ട് അവരെ പിൻപറ്റിപ്പോയാൽ അവൻ നശിക്കും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിലൂടെ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ, അതുപോലെ തന്നെ അനാചാരങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ഖുർആനിലെ ആയത്തുകൾ ഓതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഓതി തെളിവുണ്ടാക്കുന്നു. ഇത് കാണുമ്പോൾ അവിടെ എന്തോ ശരിയുണ്ട്, അവിടെ പ്രശ്നമില്ല എന്ന് ഇപ്പോൾ ബോധ്യമാകുന്നുണ്ട്
എന്ന നിലക്ക് ആരെങ്കിലും പോയാൽ അവൻ്റെ സഞ്ചാരം നാശത്തിലേക്കാണ്. കഴിയുന്ന പോലെ അതിനെ തടുക്കാൻ ശ്രമിച്ചാൽ അവർ രക്ഷപ്പെട്ടു എന്നാണ്. അത് പൂർണ്ണമായും വെറുത്ത് അതിനോട് പിന്നെ അസഹ്യത അല്ലെങ്കിൽ ഒരു മടുപ്പ് കാണിച്ച് ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ദീനായി എങ്ങനെയാണ് പരിഗണിക്കുക എന്ന നിലക്ക് വിട്ടുനിന്നാൽ അവൻ അതിൽ നിന്ന് മോചിതനായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഈ ഒരു ഹദീസ് മരണം വരെ നമ്മുടെ മനസ്സിലുണ്ടാകണം. കാരണം ഈ ഹദീസിൽ വന്നതായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങളെയോ അനാചാരങ്ങളെയോ തെറ്റായ നിഷിദ്ധമായ കാര്യങ്ങളെയോ തൃപ്തിപ്പെട്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിനോട് മനസ്സ് വെച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നത് വിശ്വാസികളുടെ സ്വഭാവമായി പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല. കഴിയുന്നതും അതിനെ എതിർക്കുക, പരമാവധി സാധിക്കുന്ന അത്ര അതിൽ നിന്ന് വിട്ട് അകന്ന് ജീവിക്കാൻ സന്നദ്ധരാവുക എന്നതാണ് വിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള ഒരു സംരക്ഷണം. ആ കാരുണ്യത്തെ കേടുവരുത്താതെ അതിൻ്റെ വില മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് അടുക്കാനും ധാരാളമായി അള്ളാഹുവിനെ ഓർക്കാനും നാം ഓരോരുത്തരും സന്നദ്ധരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, വിശ്വാസികൾ അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.